നമസ്തേ. ഈ അടുത്ത് കണ്ടതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ എൻ്റർടൈൻമെൻറ്റ് നൽകിയതായിട്ടുള്ള ഒരു സിനിമയാണ് ചുരുളി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ചുരുളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്താണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതിനെക്കുറിച്ചല്ല. ആ ചുരുളി എന്നുള്ള വാക്കും അതുപോലെ തന്നെ അതിൽ കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു മലയോര ഗ്രാമപ്രദേശം അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നതായിട്ടുള്ള ജനങ്ങൾ, അതിനെയൊക്കെ നമ്മൾ ഓരോ ജീവിതങ്ങളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നു, ആ ജീവിതം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും ഒരുപാട് ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ചുരുളി പോലെയാണ് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും അങ്ങനെ ചുരുളിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചുരുളിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതികമായിട്ടുള്ള പല കാര്യങ്ങളെയും മാറ്റിവെച്ച് നമ്മളുടെ സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സേഫ് സോണാണ് നമ്മളുടെ ചുരുളി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില മനുഷ്യർ ഈ ഒരു കംഫർട്ട് സോണിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, അതിനുശേഷം ശമ്പളം മേടിക്കുക, അങ്ങനെയുള്ള ഒരു ലൈഫ് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ പരിചയപ്പെടുകയുണ്ടായി. അതായത് അദ്ദേഹം ഒരു പ്രൈവറ്റ് എക്കോ ടൂറിസം പോലത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് പോലത്തെ ഒരു സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഏകദേശം 10 ഏക്കറിനടുത്ത് വരുന്ന സ്ഥലത്ത് ഒരുപാട് വൃക്ഷങ്ങളും അതുപോലെ തന്നെ പല ഇനത്തിലുള്ള മുളകൾ, അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ, മാവ്, സ്റ്റാർ ഫ്രൂട്ട്, റംബൂട്ടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് നമുക്ക് എണ്ണാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ അവിടെ പല രീതിയിലുള്ള ഹട്ടുകൾ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു തടാകമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ദ്വീപ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലത്തുകൂടി നമ്മൾ ഏത് വഴിയിലൂടെ നടന്നാലും തിരിച്ച് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലേക്ക് എത്തുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്രയും വലിയ ഒരു ഉദ്യാനം പോലത്തെ ആ ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ചില്ലറയായിട്ടുള്ള എഫേർട്ടൊന്നും അല്ല അതിൻ്റെ പിന്നിലുള്ളത്. വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള പരിശ്രമം, അതിലുപരിയായിട്ട് ക്രിയേറ്റിവിറ്റി അതിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊന്നും നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈവൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ അധികം ആളുകളൊന്നും വന്ന് കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? ഇതൊരു ബിസിനസ് സ്നേക്കിലായിരുന്നോ താങ്കൾ തുടങ്ങിയിരുന്നത് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത്. കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ മനസ്സിൻ്റെ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്ന് നമ്മൾ ചുരമിറങ്ങി വരുന്ന സമയത്ത് അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് പുതുപ്പാടി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്ത് വരുന്നതായിട്ടുള്ള ABC ഐലൻഡ് എന്ന് പറയുന്നതായിട്ടുള്ള ശ്രീ സിറിയക് കളപ്പുരയ്ക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്നതായിട്ടുള്ള ഒരു പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഉദ്യാനത്തിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ഉള്ളിലൂടെയുള്ള നടത്തം എന്ന് പറയുന്നത് വലിയൊരു അനുഭവമായിരിക്കും. അത് മഴക്കാലമായാലും വേനൽക്കാലമായാലും. പിന്നെ അവിടെ ഒരുപാട് ജലാശയങ്ങളും മുൻപ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് എൻജോയ് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ നിലകൊണ്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഹൈലി ക്രിയേറ്റീവായിട്ടുള്ള, നമ്മൾ സാധാരണ രീതിയിൽ ആളുകളിൽ കാണുന്നതായിട്ടുള്ള ഒരു ഭൗതിക ശേഷിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ക്രിയേറ്റിവിറ്റി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിന് എത്ര ചിലവായി എന്നൊക്കെ ചോദിച്ചപ്പോൾ വൻ തുകകൾ അതിനുവേണ്ടി ചിലവായതായിട്ടും, അതിലുപരിയായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു. അതായത് നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ ഒരു ഹട്ടുണ്ട്, ആ ഹട്ട് പോലെ വേറൊരു ഹട്ടില്ല. അതായത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ നിർമ്മിതികൾ, അതിനുള്ളിൽ കസേരയും ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിനെ പോലെ വേറൊന്നില്ല. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മരം നടുകയാണെങ്കിലും, ഒരു മരം ഞാൻ നട്ടു, അതുപോലെ മറ്റൊരു മരമില്ല. ചിലപ്പോൾ 1 or 2 ഉണ്ടാകും. അത് കഴിഞ്ഞാൽ മറ്റൊരു വൃക്ഷമാണ് അവിടേക്ക് കൊണ്ടു നടുന്നത്. അത് ചെടിയായാലും മുളയായാലും എന്ത് സംവിധാനമാണെങ്കിലും ഓരോന്നിലും വ്യത്യസ്തത കാണുന്നു. സോ ഇതാണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ജീനിയസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ചുരുളി പോലെയുള്ള അവസ്ഥയിൽ പെട്ട് കിടക്കാതെ, അതായത് എല്ലാ ദിവസവും യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് കളർഫുള്ളായിട്ട് ചിന്തകളെയും പ്രവർത്തികളെയും കൊണ്ടുവരുന്ന സമയത്ത് ഈ ജീവിതം യുണീക്കായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. അപ്പം അവരുടെ കാലശേഷം പോലും അവരുടെ ആ ഒരു കർമ്മത്തിനെക്കുറിച്ച്, ആ ഒരു സംഭാവനയെക്കുറിച്ച് ലോകം ഓർത്തിരിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ചുരുളിയെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചുരുളി പോലെ ജീവിതമാകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നോട് ചില അപൂർവം ആളുകൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടണം, ആ ജോലിയിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകണം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ശമ്പളം, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അതെനിക്ക് അതിശയം തോന്നി. ഒരുപക്ഷെ എൻ്റെ വ്യക്തിത്വവും അവരുടെ വ്യക്തിത്വവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് അത് എന്നുള്ള രീതിയിൽ ഞാനതിനെ തൽക്കാലത്തേക്ക് പെർസീവ് ചെയ്തു. പക്ഷേ ഭൂരിഭാഗം ആളുകളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഡെയിലി ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവരുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ, അവരുടെ ബിസിനസ്സിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂരിഭാഗം ആളുകൾക്കും ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കിൽ നിന്ന്, ഒരേപോലെയുള്ളതായിട്ടുള്ള ആ യൂണിഫോം ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന്, ആ യാന്ത്രികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് മോചനം നേടണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ യാന്ത്രികമായ അവസ്ഥ സാധാരണ രീതിയിൽ ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ മനുഷ്യന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ദുഃഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ, അങ്ങനെ കുറച്ച് ഹിൻഡ്രൻസുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ജീവിതത്തിൽ വരുന്ന സമയത്ത്, സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തടഞ്ഞു വെക്കലുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, സഫറിങ്സ് ഉണ്ടാകുന്ന സമയത്ത്, പെയിൻ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ വിചാരിക്കും ഈ ചുരുളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുള്ളത്. അങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റം എപ്പോഴാണ് വരുന്നത്, ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഞാൻ എൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബോധമണ്ഡലത്തിനെ വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലൂടെയും ഞാനൊരു എക്സ്പാൻഡഡ് അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും എപ്പോഴാണ് എൻ്റെ ആ മാറ്റത്തിൻ്റെ സമയം വരുന്നത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാറ്റത്തിൻ്റെ സമയം വരികയാണോ? പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു വലിയ മാറ്റമായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള സഫറിങ്ങിൻ്റെ പീരീഡ്, അല്ലെങ്കിൽ ഡിലേ ആക്കപ്പെട്ടിട്ടുള്ള പീരീഡിന് ശേഷം വരുന്നത് എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിൽ നമ്മളെ വലിയ മാറ്റങ്ങൾ തേടി വരുന്നു എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളിലൂടെയാണ് വളരെ ചുരുക്കത്തിൽ ഇനി കടന്നു പോകാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള പല ബന്ധങ്ങളും ശീലങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നല്ല കാര്യങ്ങളെ നമ്മൾ ഹാബിറ്റാക്കി എടുക്കണം. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതായിട്ടുള്ള ഓട്ടോമാറ്റിക് ബിഹേവിയർ പോലെ നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്ക് ഗുണത്തിലേക്ക് കലാശിക്കും. അതൊരു പാറ്റേൺ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം അത് തരുമെന്നുള്ളത് മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ് സൈക്കോളജിയിലൊക്കെ വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റാണിത്. പോസിറ്റീവ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പം അയാളുടെ ജീവിതം ഓവറോൾ പോസിറ്റീവായിട്ട് പതിയെ പതിയെ മാറി വരും എന്നുള്ളത്. അപ്പോൾ ഈ നല്ലതായിട്ടുള്ള ഹാബിറ്റ്സിന് പകരം ചിലപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. മോശമായിട്ടുള്ള ശീലങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ മോശമായിട്ടുള്ള ശീലം, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ശീലം, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ശീലത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മോശമായിട്ടുള്ള ശീലം എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുവാണ് ജീവിതത്തിലേക്ക്. അത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പണം അനാവശ്യമായിട്ട് ചിലവഴിക്കുക, ഇതൊക്കെ ഒരു ആക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഹാബിറ്റായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ പാസീവായിട്ടിരിക്കുന്നു. നമ്മൾ ഇപ്പം മുന്നോട്ട് ഇറങ്ങിപ്പോയി ഇന്നൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ തന്നെ നമ്മൾ പിടിച്ച് പുറകോട്ട് വലിക്കുകയാണ്. നമുക്ക് തന്നെ തടസ്സം നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നമ്മളെ തന്നെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു ആക്ഷനാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത് ഇത്രയും നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ആക്ഷനാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മളിങ്ങനെ തടഞ്ഞു വെക്കുന്നതായിട്ടുള്ള, തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ശീലങ്ങൾ എന്ന് പറയുന്നതും നമ്മളൊന്ന് എടുത്തു മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എടുത്തു മാറ്റുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ശീലം തുടങ്ങുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മളിങ്ങനെ പാസീവായിട്ട് നമ്മുടെ കൂടെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് നമ്മളെ തകർക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള പാസീവായിട്ടുള്ള ശീലങ്ങളെ എടുത്തു മാറ്റുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പതിയെ മാറാനായിട്ട് തുടങ്ങും. അതായത് എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന നെഗറ്റീവിനേക്കാൾ അപ്പുറത്തേക്ക്, ചെയ്യുന്ന നെഗറ്റീവിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അവബോധമുണ്ട്. ഞാനിപ്പോൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മനസ്സിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന സമയത്ത് അവിടെയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈ മദ്യപിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അയാളെ അഡിക്ഷൻ സമ്മതിക്കുന്നില്ല. അത് നടക്കുന്നു, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അയാൾ അവെയർ ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഹിഡനായിട്ട് കിടക്കുന്ന, പാസീവായിട്ട് കിടക്കുന്ന
നമ്മളെ ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഹാബിറ്റ് പോലെയുള്ള ഈ സംഗതികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവെയർനെസ്സിനെ ഡീപ്പറാക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിനെ ആ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നതായിട്ടുള്ള ഈ ഡാർക്കായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഷാഡോയുടെ മറവിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ സംഗതിയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയതാണ്. ഇനി നമ്മൾ അതിനെ കീഴ്പ്പെടുത്താനുള്ള ആക്ഷനാണ് എടുക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതെന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. അതാണ് ഒന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ശീലങ്ങളോടൊപ്പം നമ്മളെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള പഴയ ബന്ധങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾക്ക് ഈ ബന്ധങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. വേറെ ആരെങ്കിലും വന്ന് നമ്മളെ പിടിച്ചു നിർത്തുകയല്ല, അവർ നമ്മളിലേക്ക് കൊളുത്തി കിടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അവരിലേക്കും കൊളുത്തി കിടക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വിവാഹം കഴിച്ചതായിട്ടുള്ളൊരു വ്യക്തി അനാവശ്യമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വീട്ടിലുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ പ്രണയമൊന്നും തെറ്റെന്നല്ല പറയുന്നത്, അതിനപ്പുറത്തേക്ക് അത് അനാവശ്യമായിട്ടുള്ള നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബന്ധമാണ് എന്ന് ഇരിക്കെ അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും ഇങ്ങനത്തെ ബന്ധങ്ങളും ശീലങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ശക്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സൈനാണ്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സമയം കളഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് താല്പര്യം കുറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ സമയം കളയുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവുമില്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിട്ടിരിക്കുകയായിരിക്കും. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും, പാസീവ് അല്ലെങ്കിൽ ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ ഒരു താല്പര്യം കുറയുകയാണ്. ഇപ്പം നമ്മൾ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചില മൊമെൻറ്റ്സ് നമുക്കുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ റീൽസ് കാണാനായിട്ട് തുടങ്ങി. 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു, അരമണിക്കൂറായി, 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി. അപ്പോഴത്തേനും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു തള്ളൽ വരികയാണ്. ഇത് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകൂ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂ എന്ന് പറയുകയാണ്. ഈ പറച്ചിലുകൾ നമ്മളുടെ ജീവിതത്തിൽ അധികരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും നമ്മുടെ താല്പര്യം അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്വപ്നം എന്താണോ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് ഉപകാരമില്ലാത്ത കാര്യത്തിൽ നിന്ന് നമ്മുടെ കർമ്മത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വലുതായിട്ടുള്ള മാറ്റം വരാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഏറ്റവും വലിയൊരു സൈൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ മുൻപ് എനിക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ തന്നെ മുദ്ര കുത്തി വെക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മാത്തമാറ്റിക്സിൽ പുറകിലുള്ള ഒരാളാണ്. പക്ഷേ ഞാനിതാ മാത്തമാറ്റിക്സ് എത്രയോ കാലം പഠിച്ചിട്ടും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചുറ്റിനുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ പുറകോട്ടാണ്. പക്ഷേ ഞാനത് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് ഒരു ദിവസം. അപ്പോൾ അവിടെ ഒരു എഫേർട്ട് വരികയാണ് എന്നുള്ളതാണ്. നമ്മുടെ തന്നെ ഒരു മറയ്ക്കപ്പെട്ട് കിടന്നതായിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ മാറ്റുമ്പം നമ്മുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വന്ന് തള്ളുന്നത് നമ്മുടെ താല്പര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സ്ട്രെങ്ത്താണ് എന്നുള്ളതാണ്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ തുടക്കമായിരിക്കും, പക്ഷേ യാത്ര വലുതായിരിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യബോധത്തിലുണ്ടാകുന്ന ക്ലാരിറ്റിയാണ്. ഞാൻ എന്ത് ചെയ്യണം? പല ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചെയ്യാനുള്ള മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്, എൻ്റെ ബ്രെയിൻ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരിയർ ഗുരുവിനെ കാണും, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ടും നമുക്ക് ഈ ടെസ്റ്റ് ഡിറ്റക്ട് ചെയ്തതായിട്ടുള്ള സംഗതിയിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല മേഖലകളിൽ താല്പര്യം, ഏത് തുടങ്ങണം എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ വരും. എന്ത് ചെയ്യണം? ബിക്കോസ് അവർക്കൊരു പോളിമാത്ത് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്, പല കാര്യങ്ങളിൽ കഴിവുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും കുറേശ്ശേ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതായത് എല്ലാം ഇപ്പം നാളെ ഇതെല്ലാം കൂടെ ചെയ്ത് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോപ്പുലർ ആകാൻ പോവുകയാണ്, അല്ലെ പണക്കാരനാകാനായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് താല്പര്യമുള്ള 5 കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഒന്ന്, എനിക്ക് എഴുതാനായിട്ട് താല്പര്യമുണ്ട്. രണ്ടാമത്തേത്, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. മൂന്നാമത്തേത്, എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്. എനിക്ക് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. എന്താണോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മളൊരു 3, 4, 5 കാര്യം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യമൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ചിലതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് തുടങ്ങും. ആ റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ടാസ്ക് ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു ട്രാക്കായിരിക്കും അത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കർമ്മത്തിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങണം. നമ്മൾ ചിന്ത കൊണ്ടൊരു പരിധി വരെയൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ ഏറ്റവും വലിയ സംഗതിയായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവത്തിനെ പ്രദാനം ചെയ്യുന്നത് നമ്മളിങ്ങനെ പ്രാക്ടിക്കലി ഇറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ ഹിഡൻ ജെംസ്, നമ്മൾ ഒരിക്കലും നമുക്കിങ്ങനെയുള്ളൊരു കഴിവുണ്ടായിരുന്നോ അല്ലെങ്കിൽ എനിക്ക് ഇതായിരുന്നോ എൻ്റെ മേഖല എന്ന് ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് പ്രപഞ്ചം നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊരു തോന്നൽ വരികയാണ്, ഇന്ന് തന്നെ എനിക്കിഷ്ടപ്പെട്ട 3, 4, 5 കാര്യങ്ങൾ ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ് എന്നുള്ള ചിന്ത വരുന്നത്. അല്ല, നിങ്ങൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങളിൽ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വില തരാത്തതായിട്ടുള്ള വ്യക്തികൾ, നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ നോക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അവർ വിചാരിക്കും, എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു, ഈ വ്യക്തി മുന്നോട്ട് പോവുകയാണല്ലോ, ഉയർച്ചയിലേക്ക് പോവുകയാണല്ലോ. ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ ഈ മേഖലയിൽ നിങ്ങളെ കൂടുതൽ കരുത്തയാക്കാനായിട്ട് അല്ലെങ്കിൽ കരുത്തനാക്കാനായിട്ട് ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. നിങ്ങൾ ന്യായത്തിൻ്റെ, നീതിയുടെ പക്ഷത്തോടു കൂടി കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ, അവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് റിവാർഡ് തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊരു മേഖലയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കർമ്മത്തിന് എപ്പോഴും റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശരിയായിട്ടുള്ള കർമ്മം, തെറ്റായിട്ടുള്ള കർമ്മം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ചിലപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് വരും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തതുപോലെ ശക്തമായിട്ടുള്ളതും വാല്യുബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഗിഫ്റ്റുകൾ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ റിവാർഡുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ആകുന്ന സമയത്ത് ഭയത്തിനേക്കാൾ ആത്മവിശ്വാസം നമ്മളെ നയിക്കാനായിട്ട് തുടങ്ങും. നമ്മളൊരു മേഖലയിലേക്ക് ഇറങ്ങി, നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങാതെ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആത്മവിശ്വാസം ഇങ്ങനെ 0-ൽ നിൽക്കുകയാണെന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മൾ ഇറങ്ങി ചെറിയ ചെറിയ റിവാർഡ്സ്, നമുക്കിവിടെ ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വലിയ സാഗരത്തിൽ നമുക്കും ചിലത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. അതുവരെ നമ്മൾ ഭയത്തിൻ്റെ പുറത്തായിരുന്നു തീരുമാനം എടുത്തത് എങ്കിൽ ഈ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന സമയത്ത് കോൺഫിഡൻസിൻ്റെ പുറത്ത് നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആകുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയത്തിൻ്റെ ഒരു എലമെൻ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആകുന്നത്. കാരണം നമ്മൾ ഈ ഭയത്തിനെ സപ്രസ് ചെയ്യാൻ നോക്കും. എന്നിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കോൺഫിഡൻസിൻ്റെ എനർജി കയറ്റുന്നത് പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അതെന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് നമുക്കിട്ട് തന്നെ പണി തരുമെന്നുള്ളതാണ്. ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാവും. കാരണം അവർ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ വളരെ ശരിയാണ് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ മുറുകെ പിടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ജീവിതത്തിൽ ഇങ്ങനെ വന്ന് വെറുതെ അങ്ങ് വീഴുന്ന സാധനങ്ങളല്ല. ഇതിൽ ചിലതൊക്കെ പ്രപഞ്ചം ഒരു ഹിൻ്റായിട്ട് നമ്മുടെ മുന്നിൽ ഇട്ട് തരും. ബാക്കി അതിൽ കൊത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ പിടിച്ച് കയറുക എന്നുള്ളത്, ആ ഒരു കച്ചിത്തുരുമ്പിൽ നമ്മൾ പിടിച്ച് കയറുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എഫേർട്ട് ആവശ്യമായിട്ടുള്ള കാര്യവും കൂടിയാണ്. അപ്പം നമ്മൾ ഈ എഫേർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെ ഒരു ഹാർഡായിട്ടുള്ള വർക്ക്, കഠിനമായിട്ടുള്ള ജോലിയായിട്ട് കാണരുത്. ഞാൻ പറയുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് കർമ്മത്തിനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യിപ്പിക്കാനുള്ള എനർജി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. തോട്ടായിരിക്കാം, ചെറിയ ചെറിയ ആക്ഷൻസ് ആയിരിക്കാം, എന്തു തന്നെയാണെങ്കിലും ആ കാര്യം കൃത്യമായിട്ട് കൊടുക്കുക. സ്മാർട്ട് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്കിനപ്പുറത്തേക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ വർക്ക്. ബിക്കോസ് നമ്മൾ വെറും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്രപഞ്ചം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ സമയത്താണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെക്കുറിച്ച് എത്രമാത്രം ഒരു വലിയ വിഷനാണ് പ്രപഞ്ചത്തിനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിന് നമ്മളെ പ്രതി, ഓരോ വ്യക്തിയെയും പ്രതിയുള്ള പദ്ധതി എന്ന് പറയുന്നത് മഹത്തരമായിട്ടുള്ള പദ്ധതികളാണ്. ഈ പദ്ധതികളിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ജഡിക മോഹങ്ങൾക്കനുസരിച്ച് വ്യതിചലിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക്
പോകുന്ന സമയത്താണ് അവന് ഈ പ്രപഞ്ചവുമായിട്ട് സ്വരച്ചേർച്ചയിൽ പോയിക്കൊണ്ട് നല്ല രീതിയിൽ അവൻ്റെ കർമ്മം ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഈ നല്ല രീതിയിൽ ഈ ജന്മത്തിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ കർമ്മം ചെയ്യാനായിട്ട് റിപ്പീറ്റായിട്ട് ചുരുളി നമ്മുടെ മരണത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചിലപ്പോൾ ഈ മാറ്റം നമ്മുടെ വാതിലിൽ മുട്ടുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു പ്രശ്നമാണെന്ന് ആദ്യം നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആദ്യം പ്രശ്നമായിട്ട് തോന്നുന്നതായിട്ടുള്ള ആ കാര്യം വലിയ അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മളെ പ്രതിയുള്ള പദ്ധതി, അതുപോലെ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ആ തീരുമാനവും പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ട്രാക്കും തമ്മിൽ അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കച്ചിത്തുരുമ്പ് മാത്രമാണ്. അതിൽ പിടിച്ചു കയറുക. അതിൻ്റെ ബാക്കി വിജയപരാജയങ്ങൾ നിങ്ങളുടെ കർമ്മം നിങ്ങൾ എത്ര പ്രോപ്പറായിട്ട് ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു സന്ദേശവുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നമസ്തേ.